കാറ്റത്തെ കിളിക്കൂടിൻ്റെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്കായിട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അങ്ങനെ സുനന്ദയുടെ കല്യാണം നടക്കാനിരിക്കവേ സുനന്ദ തലേ ദിവസം രാത്രി സുഭാഷിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭാസ്കരൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഭാസ്കരനെ കണ്ട ഉടനെ തന്നെ സുനന്ദ ഓടി വന്ന് പറയുന്നുണ്ട്, അങ്കിൾ എന്നെ രക്ഷിക്കണം, എനിക്കാണെങ്കിൽ അച്ഛനും അമ്മയും എനിക്ക് താല്പര്യമില്ലാത്തൊരു വിവാഹത്തിന് നിർബന്ധിച്ചിരിക്കുകയാണ്. നാളെ അയാളുടെ മുന്നിൽ തല കുനിച്ചു കൊടുക്കാൻ എന്നെ കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഒരു ജീവിതം അവസാനിപ്പിക്കുക തന്നെ ചെയ്യും. ഒന്നല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച സുഭാഷ് ഏട്ടനോടുള്ള ജീവിതം എനിക്ക് നടക്കണം, അല്ലാതെ മറ്റൊരു പുരുഷന്റെ മുമ്പിൽ താലി കെട്ടാൻ തല കുനിച്ചു കൊടുക്കാൻ സുനന്ദയെ കിട്ടില്ല. അങ്ങനെ പറയുന്ന സമയത്ത് നിധിയും അടുത്ത് നിൽക്കുന്നുണ്ട്. എന്നിട്ട് സുനന്ദ പറയുന്നുണ്ട്, നിധി, നിനക്കറിയാവുന്നതല്ലേ ഞാൻ സുഭാഷ് ഏട്ടനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. അതുപോലെ തന്നെയാണ് സുഭാഷ് ഏട്ടനും എന്നോടുള്ള ഇഷ്ടം എനിക്കറിയാം. പക്ഷേ അമ്മയെയും അച്ഛനെയും പേടിച്ചിട്ടാണ് സുഭാഷ് ഏട്ടൻ ആ ഒരു സ്നേഹം പുറത്തു പറയാതിരിക്കുന്നത്. എനിക്കറിയാം സുഭാഷ് ഏട്ടൻ എന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഞങ്ങൾ കുട്ടിക്കാലത്ത് മുതലേ ഞങ്ങളുടെ മനസ്സിൽ ഓരോന്ന് കുത്തിവെച്ച് തന്നിട്ട് ഇപ്പോൾ വലുതാകുന്ന സമയത്ത് അത് വേണ്ടാന്ന് പറയാൻ അത് അവർക്കാകുമായിരിക്കും. പക്ഷേ ആ ഒരു സ്നേഹം പറിച്ചു കളയാൻ എന്നെ കൊണ്ടാകില്ല. കുട്ടിക്കാലത്ത് ഞങ്ങളുടെ മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു സ്നേഹവും അവൻ നിനക്കുള്ളതാണെന്നും നീ അവനുള്ളതാണെന്നും ഒക്കെ പറഞ്ഞു തന്നതും അമ്മയും ഭാസ്കരൻ അങ്ങളും തന്നെയല്ലേ. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബങ്ങൾ തമ്മിലുള്ള വഴക്ക് കാരണം ഞങ്ങൾ ഇനി വേർപിരിയണമെന്നാണോ? എനിക്കൊരിക്കലും കഴിയില്ല. സുഭാഷ് ഏട്ടൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടണം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾക്കിനി ഒരിക്കലും തന്നെ കാണാൻ കഴിയില്ല. സുഭാഷ് ഏട്ടൻ്റെ സ്നേഹം ഇപ്പോൾ സുഭാഷ് ഏട്ടൻ തുറന്നു പറയണമെന്ന്. ആ സമയത്ത് സുധീഷ് പറയുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? നീ ഇപ്പോൾ വന്നിട്ട് ഒരു കാര്യം പറയും, കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം നിന്റെ അമ്മ വന്ന് നിന്നെ വഴക്ക് പറയുകയാണെങ്കിൽ നീ നിന്റെ അമ്മയുടെ കൂടെ അല്ലേ പോകുള്ളൂ. പിന്നെ എങ്ങനെ നിന്നെ സുഭാഷ് ഏട്ടൻ വിശ്വസിച്ച് കല്യാണം കഴിക്കും? അന്ന് നിന്നോട് എത്ര പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അമ്പലത്തിൽ കാത്തു നിൽക്കും, നീ വരണം എന്നുള്ള കാര്യം. ആ സമയത്ത് സുനന്ദ പറയുന്നുണ്ട്, സുധീഷ്, ഞാൻ അങ്ങോട്ട് വന്നിരുന്നു. ഞാൻ റോഡിൽ ഇറങ്ങുന്ന സമയത്ത് അമ്മ എന്നെ കണ്ടു. അമ്മ എന്നെ വിട്ടില്ല, എന്നെ പിടിച്ചകത്താക്കിയിരിക്കുകയായിരുന്നു. റൂം അടച്ച് എന്നെ പുറത്തേ ഇറങ്ങാൻ സമ്മതിച്ചില്ല. എൻ്റെ ഫോണും പിടിച്ചു വാങ്ങിച്ചത് കൊണ്ട് എനിക്ക് ആ കാര്യം നിങ്ങളെ അറിയിക്കാനും കഴിഞ്ഞില്ല. ഇനി ഒരിക്കലും എനിക്ക് സുഭാഷ് ഏട്ടനെ വിട്ടുപോകാനായിട്ട് കഴിയില്ല. ഇന്ന് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയാൽ അമ്മ ഏതോ ഒരാളെ, ഒരിക്കലും പരിചയമില്ലാത്ത ഒരാളെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കും. അച്ഛനും അമ്മയും എന്നെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കും. പക്ഷേ സുനന്ദ ഒരു ദിവസം പോലും അയാളുടെ കൂടെ ജീവിക്കില്ല. സുനന്ദയുടെ മനസ്സിൽ സുഭാഷ് ഏട്ടനാണ്. ആ സുഭാഷ് ഏട്ടൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആ സമയത്ത് ഭാസ്കരൻ എന്ന് പറയുന്നുണ്ട്, മോളെ, നീ തിരിച്ചു പോയിക്കോ. നിൻ്റെ അമ്മയുടെ സ്വഭാവം നിനക്കറിയാവുന്നുള്ളതല്ലേ. അവളിനി ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കൊലപാതകം ഉണ്ടാകുമെന്ന് നിനക്കറിയില്ലേ. ഇനി നീ തന്നെ പറയും ഞങ്ങൾ നിന്നെ പിടിച്ചുകൊണ്ട് വന്നതാണ് എന്ന്. ആ സമയത്ത് തന്നെ ഹരീഷും നികേഷും കൂടെ പറയുന്നുണ്ട്, സുനന്ദ ചേച്ചി, കഴിഞ്ഞ ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുൻകൈ എടുത്തതാണ്. അന്ന് സുനന്ദ ചേച്ചി എല്ലാം സമ്മതിച്ചതിന് ശേഷം അവസാന നിമിഷത്തിൽ അമ്മയും അച്ഛനും സങ്കടപ്പെടുമെന്ന് പറഞ്ഞിട്ട് സുനന്ദ ചേച്ചി തന്നെയാണ് അത് വേണ്ട എന്ന് വെച്ചത്. ഇനി ഒരിക്കലും അവരുടെ സമ്മതത്തോടു കൂടി സുഭാഷ് ഏട്ടനും സുനന്ദ ചേച്ചിക്കും ഒരിക്കലും ജീവിക്കാനായിട്ട് കഴിയില്ല. ഇനി ഞങ്ങൾ പറയുന്നത് പോലെ സുനന്ദ ചേച്ചി സമ്മതിച്ചാലേ സുഭാഷ് ഏട്ടനെ സുനന്ദ ചേച്ചിക്ക് കിട്ടുള്ളൂ. സുഭാഷ് ഏട്ടനാണെങ്കിൽ ഇപ്പോൾ മറ്റു കല്യാണ ആലോചനകളെല്ലാം വരുന്നുണ്ട്. ഇനി നീ ഇവിടെ നിൽക്കുന്ന കണ്ടാൽ നിൻ്റെ അമ്മയും അച്ഛനും പോലീസിനെ കൊണ്ടുവരും. അവർ വരുന്ന സമയത്ത് നീ മാറ്റി പറയും, ഇല്ല ഞങ്ങൾ പിടിച്ചുകൊണ്ട് വന്നതാണ് എന്ന് പറഞ്ഞാൽ സുഭാഷ് ഏട്ടൻ്റെ ജീവിതം എന്താവുമെന്ന് നിനക്കറിയാലോ. ഒരു പ്രാവശ്യം സുഭാഷ് ഏട്ടൻ ഇതിനു വേണ്ടിയിട്ട് ജയിലിൽ കയറി ഇറങ്ങിയതാണ്. അന്ന് നീ പറഞ്ഞ ആ ഒരു ഒറ്റ വാക്കുകൊണ്ട് മാത്രമാണ് സുഭാഷ് ഏട്ടൻ രക്ഷപ്പെട്ടത്. ഇനി നിൻ്റെ അമ്മ വന്ന് കള്ളക്കണ്ണീര് കാണിച്ചാൽ നിൻ്റെ മനസ്സലിഞ്ഞു പോകും. അതുകൊണ്ട് ഇത് മനസ്സിൽ നിന്നും സുഭാഷ് ഏട്ടനെ മറക്കുന്നതാണ് നിനക്ക് നല്ലത്. നീ തിരിച്ചു പോയിക്കോ. നിൻ്റെ അമ്മയും അച്ഛനും അവിടെ കാത്തിരിപ്പുണ്ട്. നാളെ നിൻ്റെ വിവാഹമാണ്. അപ്പോൾ നീ ഇനി ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ ചിന്തിച്ചിരുന്നുവെങ്കിൽ അത് നേരത്തെ ആകണമായിരുന്നു. അന്ന് ഞങ്ങളെ വിളിച്ച സമയത്ത് തന്നെ നീ വരണമായിരുന്നു. അന്ന് ഏട്ടത്തിയും നിന്നോട് ഒരുപാട് പറഞ്ഞതല്ലേ, സുഭാഷ് ഏട്ടനും നിന്നോട് ഇഷ്ടമുണ്ട്, നിങ്ങളുടെ ഇഷ്ടം നടക്കണമെന്നുണ്ടെങ്കിൽ നീ സുഭാഷ് ഏട്ടൻ്റെ കൂടെ ഇറങ്ങി വരണോ എന്നൊക്കെ. പക്ഷേ നീ അതിന് വിസമ്മതിച്ചു, നീ തയ്യാറായില്ല. ആ സമയത്ത് തന്നെയാണ് സുധീഷും പറയുന്നുണ്ട്, വേണ്ട സുനന്ദ, നീ ഇനി തിരിച്ചു പോയിക്കോ, നിന്റെ മനസ്സിൽ നിന്നും സുഭാഷ് ഏട്ടനെ മറന്നേക്കൂ എന്നേക്കുമായി എന്ന്. ആ സമയത്ത് സുനന്ദ കരഞ്ഞ് കാല് പിടിച്ച് ഭാസ്കരനോട് പറയുന്നുണ്ട്, മാമ, ഞാനും സുഭാഷ് ഏട്ടനുമായിട്ടുള്ള വിവാഹം മാമൻ നടത്തി തരണം. ഞാൻ ഇങ്ങോട്ട് വരുന്നത് ആരും തന്നെ കണ്ടിട്ടില്ല. അതുകൊണ്ട് അവരിപ്പോഴൊന്നും എന്നെ അന്വേഷിച്ച് വരില്ല. എല്ലാവരും ഉറങ്ങി, ഞാനും കിടക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് അവർ ഉറങ്ങിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്കെൻ്റെ സുഭാഷ് ഏട്ടനെ തന്നെ വേണം. മറ്റൊരാളെ എൻ്റെ ജീവിതത്തിൽ സങ്കല്പിക്കാൻ പോലും എനിക്ക് കഴിയില്ല മാമ. അതുകൊണ്ട് ഞാൻ പറയുന്ന വാക്കുകൾ മാമൻ വിശ്വസിക്കണമെന്ന്.
ആ സമയത്ത് സുധീഷ് പറയുന്നുണ്ട് വീണ്ടും, ഞങ്ങൾക്കറിയാം സുനന്ദേ, നീ ഇപ്പോൾ ഇതൊക്കെ പറയും, പക്ഷേ നിൻ്റെ അമ്മ വന്ന് കരഞ്ഞ് കാണിച്ചാൽ നിൻ്റെ മനസ്സ് മാറും, നീ തിരിച്ച് വീട്ടിലേക്ക് പോകും. നിൻ്റെ അച്ഛനും അതുപോലെ തന്നെയാണ്, കരഞ്ഞ് അഭിനയിച്ച് പറയുമ്പോൾ നീ തിരിച്ച് ഞങ്ങളുടെ സുഭാഷ് ഏട്ടനെ കളഞ്ഞിട്ട് വീട്ടിലേക്ക് പോകും. സുഭാഷ് ഏട്ടന് അതൊരിക്കലും താങ്ങാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് നീയായിട്ട് അങ്ങനെ ഒരു മോഹമൊന്നും സുഭാഷ് ഏട്ടന് കൊടുക്കരുത് എന്ന് നികേഷും ആ സമയത്ത് പറയുന്നുണ്ട്. ഏട്ടത്തി അമ്മയായിട്ട് തന്നെയാണ് ഇത്രയും നാളും ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടു നടന്നത്. എത്രയോ നാൾ ഞാനും മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിച്ചു സുഭാഷ് ഏട്ടനും സുനന്ദ ഏട്ടത്തിയും തമ്മിലുള്ള വിവാഹം നടക്കണമെന്ന്. പക്ഷേ അന്ന് അത് നടക്കാനിരുന്ന സമയത്താണ് സുനന്ദ ഏട്ടത്തി അത് വേണ്ടാന്ന് പറഞ്ഞത്. അപ്പോൾ ഭാസ്കരനും പറയുന്നുണ്ട്, മോളെ, ഞാനിപ്പോൾ ഒരു കടുംകൈ എടുത്ത് നിന്നെയും അവളെയും കൂടെ കല്യാണം കഴിപ്പിക്കുകയാണ് എങ്കിൽ നീ അവർ വരുന്ന സമയത്ത് തിരിച്ചു പോകുമോ? എന്നെ നീ ജയിലിൽ കയറ്റുമോ? നീയാണോ ഇപ്പോൾ കുടിച്ചിട്ട് വന്നിരിക്കുന്നത്? ഞാനാണോ ഇപ്പോൾ കുടിച്ചിട്ട് വന്നിരിക്കുന്നത്? നീ ഇപ്പോൾ കാണിച്ച ഈ ഒരു ധൈര്യം നേരത്തെ കാണിക്കണ്ടായിരുന്നോ മോളെ? ഈ നാളെ കല്യാണം, അതിൻ്റെ തലേ ദിവസം നീ ഇറങ്ങി വരുന്നു. അത് എന്തുമാത്രം വിഷമം ഉണ്ടാക്കുന്നതാണെന്ന് നിനക്കറിയാമോ എന്ന് പറയുമ്പോൾ സുനന്ദ പറയുന്നുണ്ട്, എനിക്കറിയാം മാമ, എന്തുമാത്രം വിഷമം എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുമെന്ന്. പക്ഷേ എനിക്കതിനേക്കാളും വലുത് സുഭാഷ് ഏട്ടനാണ്. ഞാൻ കുഞ്ഞുനാൾ മുതലേ സുഭാഷ് ഏട്ടനെ മാത്രമാണ് മനസ്സിൽ കൊണ്ട് നടന്നത്. ആ ഒരു സ്ഥാനത്ത് എനിക്ക് മറ്റൊരു പുരുഷനെ കാണാൻ കഴിയില്ല മാമ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു കടുത്ത തീരുമാനമെടുത്തത്. എന്തായാലും സുഭാഷ് ഏട്ടനെ തന്നെയാണ് ഞാൻ വിവാഹം കഴിക്കുകയുള്ളൂ. സുധീഷ് വീണ്ടും പറയുന്നുണ്ട്, നീ ഇത് ഉറച്ച തീരുമാനത്തിലാണല്ലോ അല്ലേ? ഇനി ആര് വന്ന് പറഞ്ഞാലും നീ മാറ്റി പറയില്ലല്ലോ? പോലീസുകാരോ നിന്റെ അച്ഛനോ അമ്മയോ ആര് വന്ന് കരഞ്ഞു കണ്ണീര് ഒലിപ്പിച്ചാലും നീ അത് മാറ്റി പറയില്ലല്ലോ അല്ലേ എന്ന് ആ സമയത്ത് സുനന്ദ പറയുന്നുണ്ട്, ഇല്ല സുധീഷേ, ഇല്ല, ഇത് എൻ്റെ അവസാന വാക്ക് തന്നെയാണ്. സുഭാഷ് ഏട്ടനോടൊത്ത് എനിക്ക് ഒരുപാട് കാലം എനിക്ക് ജീവിക്കണം. അത് എൻ്റെ ആഗ്രഹമാണ്. അതുകൊണ്ട് ഞാൻ ആര് വന്നാലും അവരോടൊപ്പം ഞാൻ പോകില്ല. ഇനി പോലീസ് വന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയാൽ പോലും ഞാൻ പറയും, ഞാനും സുഭാഷ് തമ്മിൽ ഇഷ്ടത്തിലാണെന്നും ഞാൻ സ്വയമേ ഇറങ്ങി വന്നതാണ് എന്നും. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ പേടിക്കേണ്ട, എനിക്കെൻ്റെ സുഭാഷ് ഏട്ടനെ മാത്രം മതിയെന്ന്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ശരി എങ്കിൽ ഞങ്ങളിപ്പോൾ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ്റെയും നിൻ്റെയും വിവാഹം ഞങ്ങൾ നടത്തിത്തരും. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, പെട്ടെന്ന് കതകും ജനലും ഒക്കെ അടച്ചിട്ടേക്ക്. ഇവിടെ ഇനി ഇങ്ങോട്ടേക്ക് ഇവള് വന്നെന്നുള്ള കാര്യം ആരും അറിയണ്ട. നാളെ പുലർച്ചെ വരെ സമയമുണ്ട്. പക്ഷേ എത്രയും പെട്ടെന്ന് സുഭാഷ് സുനന്ദയുടെ കഴുത്തിൽ താലി കെട്ടണം. അങ്ങനെ അവരെ ഭാര്യ ഭർത്താക്കന്മാരാവണം. പിന്നെ രാവിലെ ആയി കഴിഞ്ഞാൽ ഇനി ഏവൻ വന്നാലും അവൻ ഒന്നും ചെയ്യില്ല. ഒരു രാത്രി അവൻ്റെ കൂടെ കഴിഞ്ഞ പെണ്ണിനെ ഇനി മറ്റൊരുത്തനും കെട്ടില്ല. അതുകൊണ്ട് ആ കാര്യം ഇനി നീ പേടിക്കണ്ട. അപ്പോൾ ഇന്ന് നിങ്ങളുടെ വിവാഹമാണ്. സന്തോഷത്തോടു കൂടി ഞാൻ നിങ്ങളുടെ വിവാഹം നടത്തിത്തരും. അങ്ങനെ ഭാസ്കരൻ സുഭാഷിനോട് പറയുന്നുണ്ട്, മോനെ പോയി റെഡിയായിട്ട് വാ. നീ അന്ന് വിവാഹത്തിന് വാങ്ങിച്ചു വെച്ചിരുന്ന നിന്റെ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, അത് നീ മുണ്ടും ഷർട്ടും എടുത്തിട്ട് വാ. അന്ന് ഇവളുടെ കഴുത്തിൽ താലി കെട്ടാൻ വേണ്ടിയിട്ട് നീ ഒരു കുഞ്ഞ് താലിയും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും എടുത്തിട്ട് വന്ന് അമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ പ്രാർത്ഥിക്കുക. എന്നിട്ട് അമ്മയുടെ അനുഗ്രഹവും കൂടെ വാങ്ങ്. ഇനി മറ്റാരുടെ അനുഗ്രഹത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ടതില്ല. സുഭാഷും ഒത്തിരി നാളായിട്ട് മനസ്സിൽ ആഗ്രഹിച്ച ഒരു കാര്യമായതുകൊണ്ട് സുഭാഷ് പറയുന്നുണ്ട്, ശരി അച്ഛ എന്ന് പറഞ്ഞ് ആ ഒരു മുണ്ടും ഷർട്ടും എടുത്ത് റെഡിയായി വരുന്നുണ്ട്. എന്നിട്ട് അമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. നിധിയും സുനന്ദയെ കൈകളിൽ പിടിച്ചിട്ട് അകത്തേക്ക് കയറ്റുന്നുണ്ട്. പേടിക്കേണ്ട സുനന്ദേ, ഞാനും നിന്റെ കൂടെ ഉണ്ട്. സുഭാഷ് ഏട്ടനെ നീ എത്രയധികം സ്നേഹിക്കുന്നുണ്ട് എന്ന് നിന്നോട് സംസാരിക്കുന്ന സമയത്തെല്ലാം എനിക്കറിയാം. സുഭാഷ് ഏട്ടനെ പറ്റി മാത്രമായിരിക്കും നിനക്ക് പറയാനുള്ളത്. പോട്ടെ, സാരമില്ല, കരയണ്ട. ഇനി അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കണ്ട. നിന്റെ ഇഷ്ടം നടക്കട്ടെ. അവർ സമ്മതിച്ച് നിന്റെയും സുഭാഷ് ഏട്ടൻ വിവാഹം ഒരിക്കലും നടക്കില്ല. ഒന്നല്ലെങ്കിൽ സുഭാഷ് ഏട്ടനെ നിനക്ക് കിട്ടണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിന്റെ അച്ഛനും അമ്മയും പറയുന്നത് പോലെ അയാളെ നീ കല്യാണം കഴിക്കണം. ഇല്ല നിധി, ഇല്ല, ഞാനിനി ഒരിക്കലും മാറ്റി പറയില്ല. എനിക്കെൻ്റെ സുഭാഷ് ഏട്ടൻ മതി. അങ്ങനെ ആ രാത്രി തന്നെ സുഭാഷ് ഭാസ്കരന്റെ അനുവാദത്തോടു കൂടി സുനന്ദയുടെ കഴുത്തിലേക്ക് താലി കെട്ടുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ തന്നെ സുനന്ദയുടെ വീട്ടിൽ ഭയങ്കര ബഹളം കേൾക്കുന്നുണ്ട്. ആ സമയത്ത് ലളിതയുടെ ഭർത്താവും കൂടെ നേരെ സുഭാഷിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. വന്ന പാടെ തന്നെ തൻ്റെ മകളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് നോക്കുന്നത്. ആ സമയത്ത് സുനന്ദ പറയുന്നുണ്ട്, ഞാനും സുഭാഷ് ഏട്ടനുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞു. ഞാനിപ്പോൾ സുഭാഷ് ഏട്ടൻ്റെ ഭാര്യയാണ്. ഇനി മറ്റൊരുത്തൻ്റെ മുന്നിൽ എനിക്ക് തല കുനിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന്. ആ സമയത്ത് ലളിതയ്ക്ക് അത് വല്ലാത്ത ഷോക്ക് ഉണ്ടാക്കുന്നുണ്ട്. ലളിത ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് സുനന്ദയോട് പറയുന്നുണ്ട്, ഇത് മറ്റാരും അറിഞ്ഞിട്ട്
പറ്റില്ല, നീ എൻ്റെ കൂടെ ഇപ്പോൾ തന്നെ ഇറങ്ങി വരണം. സുനന്ദ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഇല്ല അമ്മ ഇല്ല, ഞാൻ എത്രയോ പ്രാവശ്യം നിങ്ങളോടൊത്ത് പറഞ്ഞതാണ് ഞാനും സുഭാഷ് ചേട്ടനുമായിട്ട് ഇഷ്ടത്തിലാണെന്നും എനിക്ക് മറ്റൊരു പുരുഷനെ കല്യാണം കഴിക്കാൻ കഴിയില്ല എന്ന്. പക്ഷെ നിങ്ങളാരും എനിക്കൊരു പട്ടിയുടെ വില പോലും തന്നില്ല, എൻ്റെ വാക്കിന് ഒരു വിലയും നിങ്ങൾ കൽപ്പിച്ചില്ല. ഇനി കഴിയില്ല, എനിക്ക് എൻ്റെ സുഭാഷ് ചേട്ടനോടൊത്ത് ഒരുപാട് നാളെ ജീവിക്കണം. അതുകൊണ്ട് അമ്മ തിരിച്ചു പൊയ്ക്കോളൂ, ഞാൻ വരുന്നില്ല എന്ന്. ആ സമയത്ത് ഭാസ്കരൻ ലളിതയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നുണ്ട്, കണ്ടോടി ലളിതേ, എൻ്റെ മകൻ നിന്റെ മകളുടെ കഴുത്തിൽ താലി കെട്ടി, നീ ഇത് കാണണം, നീ തന്നെയാണ് ഇത് കാണേണ്ടത്. എനിക്ക് സന്തോഷമായി, ഇന്ന് നീ എൻ്റെ മുന്നിൽ തോറ്റിരിക്കുന്നു. ഇനി ഈ ഭാസ്കരന് മറ്റൊന്നും വേണ്ട, എൻ്റെ മകളെ പോലെ ഞാൻ അവളെ നോക്കും, നിനക്ക് അപ്പുറത്തിരുന്ന് അത് കാണാം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം ലളിത സുനന്ദയുടെയും സുഭാഷിൻ്റെയും മുഖത്ത് നോക്കി പറയുന്നുണ്ട്, നീയൊന്നും ഒരു കാലം കുണം പിടിക്കത്തില്ലടി എന്ന്. അങ്ങനെ ലളിത തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡാണിത്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും. ബൈ.